Good morning, students. In the last class, we discussed about a series combination of capacitors and we derived the expression for effective capacity in series combination. Do you remember the result we obtained? Yes. Reciprocal of effective capacity 1 by C effective equal to 1 by C1 plus 1 by C2 plus 1 by C3. Isn't it? Now today I am going to discuss the details of combination of capacitors in parallel. Now capacitors in parallel. In the last class I discussed how capacitors are joined in parallel. For example, if you consider three capacitors of capacity C1, C2, C3 connected like this, we can say these three capacitors are in parallel. You know how to connect capacitors in parallel. All the left plates are connected together to a point A and all the right plates of capacitors are connected together to another point B. Now between these 2 points A and B, we have three capacitors of capacity C1, C2, C3 connected in parallel. Last class we also defined how parallel combination is. Two or more capacitors are said to be connected in parallel between 2 points if one can proceed from one end to the other end through different path. Here you can see we can move from A to B through three paths, one along C1, another along C2, another along C3. That's why here the combination is called parallel. Now we are going to derive the expression for effective capacity in parallel combination. Last class we derived effective capacity in series combination. Today our topic is effective capacity in parallel combination. For that, let us consider three capacitors of capacity C1, C2, C3 connected in parallel between 2 points A and B. Let V be the potential difference applied across A and B. When we apply potential difference between the ends of the capacitor, what happens is charge begin to flow from positive to negative through these three paths. Once the entire charge reaches at this junction, here we have three different paths for the charges to flow to the end B. സീരീസിൻ്റെ പ്രത്യേകത എ എന്ന് ബിയിലേക്ക് എത്താൻ ഒറ്റ വഴിയേ ഉണ്ടാവുള്ളൂ. പാരലലിൻ്റെ പ്രത്യേകത എ എൻഡിൽ നിന്ന് ബി എൻഡിലേക്ക് എത്താൻ വേണ്ടി മൂന്ന് വഴിയുണ്ട്. ഒരു വഴി ഏതാ C1 കൂടി, രണ്ടാമത്തെ വഴി ഏതാ C2 കൂടി, മൂന്നാമത്തെ വഴി ഏതാ C3 കൂടി. അപ്പോൾ ഈ ചാർജ് എന്ത് ചെയ്യും? മൊത്തം ഇതിലേക്ക് കൂടി പോവാതെ കുറച്ച് ചാർജ് Q1 C1 കൂടി പോകും, കുറച്ച് ചാർജ് C2 കൂടി പോകും, കുറച്ച് ചാർജ് Q3 C3 കൂടി പോകും. സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായ? ഈ Q1 പോയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പ്ലസ് Q1 ഇവിടെ ഉണ്ടാവും, ഇവിടെ മൈനസ് Q1 ഉണ്ടാവും, പ്ലസ് Q1 ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. Q2 എന്ന് പറയുന്ന ചാർജ് ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് Q2 ഇതിൻ്റെ ഇന്നർ പ്ലേറ്റിൽ ഡെവലപ്പ് ചെയ്യും. റൈറ്റ് പ്ലേറ്റിൻ്റെ ഇന്നർ സൈഡിൽ എന്ത് ചെയ്യും? മൈനസ് Q2 ഉണ്ടാവും, ഇവിടെ പ്ലസ് Q2 ഉണ്ടാവും, ആ പ്ലസ് Q2 ഇതിലേക്ക് കൂടി ഇവിടെ എത്തും. അതേസമയം ഈ Q3 പോയിട്ട് ഈ പ്ലേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് പ്ലേറ്റിൻ്റെ ഇന്നർ സൈഡിൽ മൈനസ് Q3 ഉണ്ടാവും, ഇപ്പുറം പ്ലസ് Q3 ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുന്നത്? അത് നമ്മൾ പണ്ട് പഠിച്ചതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ ഉണ്ടാകുന്ന ഈ പ്ലസ് Q3 ഇതിലേക്ക് കൂടി ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ പോയി Q1 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡ്യൂസ് ചെയ്ത Q1 ഇവിടെ എത്തും, ഇവിടെ പോയി Q2 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡ്യൂസ് ചെയ്ത Q2 ഇവിടെ എത്തും, ഇവിടെ പോയി Q3 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡ്യൂസ് ചെയ്ത Q3 ഇവിടെ എത്തും. അങ്ങനെ മൊത്തം Q1ഉം Q2ഉം Q3യും ചേർന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ് ചാർജ് ആവും? Q എന്ന് പറയുന്ന ചാർജ് തന്നെ ആവും. ആ Q ചാർജ് ഇതിലേക്ക് കൂടി പോയി സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് എത്തും, അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾ ഏർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏർത്തിലേക്ക് പോകും. റെഡി? അങ്ങനെയാണ് ചാർജിൻ്റെ ഫ്ലോ. നോ ഈ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പ്ലേറ്റും ഈ കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പ്ലേറ്റും ഈ കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പ്ലേറ്റും ഈ മൂന്ന് കപ്പാസിറ്ററിൻ്റെയും ലെഫ്റ്റ് റൈറ്റ് പ്ലേറ്റ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് ഡയറക്റ്റ് കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C1ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C2ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C3യും സെയിമാണ്. സീരീസിൽ അങ്ങനെയല്ല.
ഓരോ കപ്പാസിറ്ററിന് ക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണെന്ന് മാത്രമല്ല അപ്ലൈഡ് വോൾട്ടേജുമായിട്ട് സിമിലാരിറ്റിയും ഇല്ല. ഇവിടെ അങ്ങനെയല്ല, അപ്ലൈഡ് വോൾട്ടേജ് തന്നെയാണ് ഇവിടെ, അപ്ലൈഡ് വോൾട്ടേജ് തന്നെയാണ് ഇവിടെ. കാരണം അപ്ലൈഡ് വോൾട്ടേജിൻ്റെ എൻഡ്സ് ഡയറക്റ്റായിട്ട് C1ലേക്കും C2ലേക്കും C3ലേക്കും എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ Q1 ചാർജ് ഡെപ്പോസിറ്റഡ് ഓൺ ഫസ്റ്റ് കപ്പാസിറ്റർ എന്താ പറയുക, ഞാൻ പഠിച്ചിട്ടുണ്ട് Q1 = C × V. അപ്പോൾ അവൻ്റെ കപ്പാസിറ്റി C1 പൊട്ടൻഷ്യൽ V1. സിമിലർലി ചാർജ് ഡെപ്പോസിറ്റ് ഓൺ C2 Q2 = ഫോർമുല C2V. Charge deposited on the third capacitor Q3, formula C3 × V. We know total charge Q equal to Q1 plus Q2 plus Q3, C1V plus C2V plus C3V. V common, C1 plus C2 plus C3. ഇത് ടോട്ടൽ ചാർജ്, ഇത് ടോട്ടൽ വോൾട്ടേജും അപ്ലൈഡ് വോൾട്ടേജ് സെയിം ആണ്. ഇങ്ങനെ ടോട്ടൽ ചാർജ് ബൈ വോൾട്ടേജ് എന്തായിരിക്കും? എഫക്റ്റീവ് കപ്പാസിറ്റി. സോ ദിസ് ഇക്വേഷൻ, എഫക്റ്റീവ് കപ്പാസിറ്റി ഇൻ പാരലൽ കോമ്പിനേഷൻ CP = C1 plus C2 plus C3. ഈ ഇക്വേഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ടോട്ടൽ കപ്പാസിറ്റി പാരലൽ കോമ്പിനേഷനിൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയേക്കാളും കൂടുതലാണ്. സപ്പോസ് ഇത് 1 μF, ഇത് 2 μF, ഇത് 3 μF ആണെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടുക 6 എന്നാണ്. ആ 6 ഈ 1നേക്കാളും 2നേക്കാളും 3നേക്കാളും കൂടുതലല്ലേ, അതാ പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റി വിൽ ബി ലെസ് ദാൻ ദ ലീസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ എന്നാണ്. പാരലൽ നേരെ തിരിച്ചിട്ടാണ്, എഫക്റ്റീവ് കപ്പാസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ. അങ്ങനെ ഇതാണ് പാരലലിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റിയുടെ ഡെറിവേഷൻ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ എന്ന് ഹെഡിങ് എഴുതുക, അതിന് സൈഡ് ഹെഡിങ് എഴുതുക എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റി ഇൻ പാരലൽ കോമ്പിനേഷൻ. എന്നിട്ട് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. കൺസിഡർ 3 capacitors of capacity C1, C2, C3 connected in parallel between 2 points A and B. Let V be the potential difference applied across A and B as shown in the figure. Let Q be the total charge and Q1, Q2, Q3 are the respective charge get deposited on C1, C2, C3. In parallel combination, potential difference across all the capacitor remains same as V. Therefore, charge on C1, charge on C2, charge on C3 എന്ന് പറഞ്ഞിട്ട് ഈ 3 ഇക്വേഷൻ എഴുതി വെക്കുക. ടോട്ടൽ ചാർജ് എഴുതുക, ചാർജ് ഓൺ C1, ചാർജ് ഓൺ C2, ചാർജ് ഓൺ C3 എന്ന് എഴുതിയിട്ട് ഈ 3 ഇക്വേഷൻ എഴുതുക. പിന്നെ ടോട്ടൽ ചാർജ് എന്ന് എഴുതുക, അവസാനം ഇവിടുത്തെ വരെ എഴുതുക. ഇനി ഇതിന് കുറേ സ്പെഷ്യൽ കേസ് ഉണ്ട്. സ്പെഷ്യൽ കേസ് ഒന്നാമത് പറയേണ്ട സ്പെഷ്യൽ കേസ് ഇത്രയേ ഉള്ളൂ. ഇഫ് ദർ ആർ n capacitors each of capacity C എന്താ എഫക്റ്റീവ് വരിക? n കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10 കപ്പാസിറ്റർ ഉണ്ട്, ഓരോന്നും 5. അങ്ങനെയാണെങ്കിലോ 5 + 5 + 5 + 5 + 5 പ്ലസ് എന്ന് പറഞ്ഞിട്ട് 10 എണ്ണം ഉണ്ടാവില്ല. 10 വരിക 10 × 5. അതുപോലെ ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ NC. ഇത് ഷോർട്ട് ഫോമുല. നേരത്തെ സീരീസിൽ ഓർമ്മയുണ്ട C/n എന്നാണ് ഫോമുല വന്നത്. n കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. ഇത് NC. ഇവിടെ കാണാൻ പറ്റും ഈ CP സീനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. n എപ്പോഴും ഒരു ഇൻഡിജർ ആയിരിക്കില്ല. 1 2 3 4 10 കപ്പാസിറ്റർ, 4 കപ്പാസിറ്റർ, 5 കപ്പാസിറ്റർ. റെഡി? സോ ദിസ് ദ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റി. ഇതാണ് അതിനുള്ള സ്പെഷ്യൽ ഫോമുല, സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ഫോമുല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോപ്പി ചെയ്യുക. റെഡി? നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് തന്നെ മിക്സ്ഡ് ഗ്രൂപ്പിംഗ് വരും. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ഇപ്പം ഇങ്ങനെയെല്ലാം ഉണ്ടാവും. ഇത് സീരീസാണ്. ഇപ്പോഴോ സീരീസാ പാരലലാ? ഇത് സീരീസും പാരലലും എല്ലാം കൂടി ചേർന്നതാണ്. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ സീരീസ് ഉണ്ട്? തെറ്റ്. ഇത് സീരീസ് അല്ല, ഇത് മാത്രമേ ഇപ്പോൾ സീരീസ് ഉള്ളൂ. എന്തുകൊണ്ട്? ഇതാ ഈ കണക്ഷൻ ഇവിടെ വന്നതുകൊണ്ട്. ഇപ്പോൾ ഇത് രണ്ടും സീരീസാണ്. ആ എഫക്റ്റീവിന് ഇത് പാരലലാണ്.
ഇതും പാരലൽ ഞാൻ പറയുന്നില്ലേ, തെറ്റാ. ഇത് രണ്ടും പാരലൽ അല്ല. പിന്നെയോ ആരാ പാരലൽ? ഇത് ആരുമായിട്ടാണ് പാരലൽ എന്നറിയാം? ഇതുമായിട്ടുമല്ല, ഇതിൻ്റെ എഫക്റ്റീവുമായിട്ടാണ്. കാരണം ഇതിനെ നമ്മൾ ഒരു സിംഗിൾ കപ്പാസിറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ C4ഉം ആ എഫക്റ്റീവും തമ്മിൽ എങ്ങനെയാണുള്ളത് നോക്കിയിട്ട് പാരലലാണ്. ഇനിയോ ഇതും സീരീസാണ് അല്ല. ഈ എഫക്റ്റീവും ഇതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആരാന്ന് മനസ്സിലായി? ഇതിൻ്റെ എഫക്റ്റീവ്. ഇതും പാരലൽ, അതായത് കാണിച്ച C4 ഇത്. ഇതിൻ്റെ എഫക്റ്റീവിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതുകൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും എന്തായി? ഈ C1 ആണ് ഇത്. C1ഉം ഈ രണ്ടിൻ്റെ എഫക്റ്റീവും ചേർന്നിട്ട് പാരലലാവും, സീരീസ് ആവും. അപ്പോൾ ഇങ്ങനെ കുറേ മിക്സ്ഡ് ഗ്രൂപ്പിംഗ് ഇനി നമുക്ക് ചെയ്യണം. നമ്മൾ പഠിക്കുന്നത് സീരീസിൻ്റെയും പാരലലിൻ്റെയും ഫോർമുലയാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കുറേ കോമ്പിനേഷനും അതിൻ്റെ എഫക്റ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം ഓരോ വാല്യൂസ് തരും. 2 μF അല്ലെങ്കിൽ 5 μF, ഇവിടെ ഒരു ഇപ്പോൾ ഇത് 10 μF എന്ന് വരും, ഇത് 15 μF എന്ന് വരും, എന്നിട്ട് ഇത് 6 μF എന്ന് വരും. എന്നിട്ട് ചോദിക്കും ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിക്കും ബിറ്റ്വീൻ NB. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടിക്കളയില്ല ഒന്നുമല്ല. ഇത് രണ്ടും കൂട്ടുമല്ല ചെയ്യുക. ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ C1 C2 / C1 + C2 എന്നുള്ള ഫോമുല യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റീവ് ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് വരിക 10 × 15 / 10 + 15. അപ്പോൾ ഇതിൻ്റെ ആൻസർ 6 എന്നാണ് വരിക. അപ്പോൾ ഈ 6ഉം ഇത് ഈ 6 ആണ്. ഈ 6 ഇതേതാണെന്ന് മനസ്സിലായി? ഈ 10 × 15 എഫക്റ്റീവ്. അപ്പോൾ അത് രണ്ടും പാരലൽ ആകുമ്പോൾ ആൻസർ എത്ര വരുമെന്ന് അറിയാം? 12 വരിക. ഈ C1 എന്ന് പറയുന്നത് 2 അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് 2. ഇപ്പോൾ 2ഉം 12ഉം എങ്ങനെയുണ്ട്? സീരീസ് ഉണ്ട്. അപ്പോൾ 2ഉം 12ൻ്റെ സീരീസിൻ്റെ എഫക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 × 12 / 2 + 12. അപ്പോൾ ഇത് വരിക 12/7 μF ആണ് ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ചെയ്യണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്യാം. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സീരീസിൻ്റെയും പാരലലിൻ്റെയും ഡെറിവേഷനൊക്കെ എഴുതി പഠിച്ച് തറവാവുക. ഓക്കെ.